ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്നിപ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇന്നലെ മുതൽ അങ്ങനെ കാര്യമായിട്ട് മഴയൊന്നുമില്ല. ഇന്ന് കുറേശ്ശെ വെയിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ മഴയാണോ വെയിലാണോ? ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ധാരാളം വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാവും. വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഈ ബിരിയാണി മാത്രം മതി. പിന്നെ അതിൻ്റെ കൂടെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. ഒരു തൈര്, സാലഡോ പപ്പടമോ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനായാലും നല്ല വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് 2 കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണി അരിയാണ് ഞാൻ എടുത്തത്. 2 കപ്പ് അരി, ഒരു 400 ഗ്രാം അരി ഉണ്ടാവും. ഈ അരി നമുക്ക് നല്ലപോലെ കഴുകി കൊണ്ടുവരാം കേട്ടോ. നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ. ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അരിയാണ് കേട്ടോ. ഇതിപ്പോൾ കൈമ റൈസോ ജീര റൈസോ ഇപ്പോൾ ഏത് അരി ആയാലും നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്, ബസ്മതി അരിയാണ് എടുത്തത്. ഇപ്പോൾ ബിരിയാണി റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണ് വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ നെയ്യ് ഉരുകി ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് ജീരകം, സാധാ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. 1 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുത്തു. ആ ജീരകം നല്ലപോലെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് 1 സ്റ്റാർ, ഒരു 4-5 ഗ്രാമ്പു, ഒരു 4-5 ഏലക്കായ, 2-3 കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ പട്ടയും ഗ്രാമ്പൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു സബോള സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സബോളയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. സബോളയും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ മൂപ്പിക്കേണ്ട ആവശ്യമില്ല, പതുക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ആ സബോള ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിക്കാം. അടി പിടിക്കേണ്ട നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒരുവിധം വഴണ്ട് വന്നു കേട്ടോ. അങ്ങനെ മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. അതിനുശേഷം അതിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്തത്. 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ബിരിയാണി മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ബിരിയാണി മസാല. അതും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കരിയാതെ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് നല്ലപോലെ ഇളക്കിയ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് ധാരാളം പച്ചക്കറികൾ, വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധാരാളം പച്ചക്കറികളും കൂടിയുമ്പോൾ നല്ലൊരു ഹെൽത്തി വെജിറ്റബിൾ ബിരിയാണി തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ബീൻസ്, ഒരു 5-10 ബീൻസ് നല്ലപോലെ തൊലിയൊക്കെ അതിൻ്റെ നാരൊക്കെ ചീന്തി നല്ലപോലെ കഴുകി ഒരു ചെരിച്ചിങ്ങനെ ഒരു ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു ക്യാരറ്റ് ഇതുപോലെ തന്നെ 1 ഇഞ്ച് നീളത്തിൽ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റും കൂടിയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ. ഫ്രോസൺ ഗ്രീൻ പീസാണ് 1 കപ്പ്, അതും കൂടിയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു പൊട്ടറ്റോ, ഒരു ഉരുളക്കിഴങ്ങ്, ഇതുപോലെ തൊലി കളഞ്ഞ് നല്ലപോലെ കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി
വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ പൊട്ടറ്റയും കൂടിയും ചേർത്ത് കൊടുത്തു. ഇതാ ഇതിലിപ്പോൾ നമുക്ക് ക്യാബേജൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ക്യാബേജോ അതല്ല ഉള്ളി ഉണ്ടല്ലോ, ഉള്ളിയുടെ തണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ പച്ചക്കറികളൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതാ നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു മുക്കാൽ ഭാഗം നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അരി അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഞാനത് കഴുകി വാരി വെച്ചിരുന്നു കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ വാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതാ അരിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അരിയും ആ പച്ചക്കറികളും എല്ലാം കൂടി നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ പച്ചക്കറികളും എല്ലാം കൂടി ചേർത്തുണ്ടാക്കുന്ന ഈ വെജിറ്റബിൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിലേക്കൊരു തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല പഴുത്ത തക്കാളി, അതും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. കുറച്ച് വെള്ളം അടുപ്പത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് അരിയാണല്ലോ നമ്മൾ എടുത്തിരുന്നത്. അതുകൊണ്ട് അതിലേക്ക് 3 കപ്പ്, ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം വെച്ചിട്ടാണ് 2 കപ്പിന് 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം, നല്ലപോലെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അത് നല്ലപോലെ ഇളക്കി. ഇതേവരെ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് ആവശ്യമായ നമുക്ക് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതാ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ നമുക്കത് വേവിച്ചെടുക്കാം. ഇതാ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുപ്പൊക്കെ തുറന്നു. അതായത് വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ അങ്ങ് പാകാവാൻ തുടങ്ങി, വെന്ത് വരാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ചൊരു ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കം ഒടുവാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കത്തിന് അധികം വേവില്ലല്ലോ. അപ്പോൾ ചോറൊക്കെ വേവാറായ സമയത്താണ് ഞാൻ ഈ ക്യാപ്സിക്കമൊക്കെ വീണ്ടും ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അപ്പോൾ ഒരുപാട് പച്ചക്കറികളായി കേട്ടോ. നല്ല ടേസ്റ്റി വെജിറ്റബിൾ ബിരിയാണി തന്നെയാണ്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു. നല്ലപോലെ ഒന്ന് പൊത്തി വെച്ചിട്ട് വീണ്ടും 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ചോറായിട്ട് കിട്ടി. നല്ലൊരു വെജിറ്റബിൾ ബിരിയാണി തന്നെയാണ്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് പൊത്തി വെച്ചു കേട്ടോ. അതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് പരത്തി വെച്ച് അതിലേക്ക് 5-6 കാഷ്യൂണ് കൂടി വറുത്ത് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for watching.